ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓണ ഷോപ്പിങ്ങും പിന്നെ ഓണ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ബോറടിപ്പിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ദിവസമെല്ലാം ഓരോ ദിവസം ഓരോ റുട്ടീനാണ്. ഒരു ദിവസം ഒരുപോലെ ഉണ്ടാകലില്ല. ചെറിയ കുഞ്ഞിലെ എല്ലാ ഉമ്മമാരല്ലെങ്കിൽ അമ്മമാരെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഇതാ ഞാൻ കുഞ്ഞ് ഉറങ്ങുന്ന സമയം തന്നെ ആദ്യം ഞാൻ വന്നിട്ട് ഡ്രസ്സ് അലക്കാനിടുന്നുണ്ട്. മോന് അധികവും രാത്രി ഉറങ്ങലില്ല കേട്ടോ. അധികവും കരച്ചിൽ തന്നെയാണ്. പകൽ ചില സമയം ഉറങ്ങും, ചില സമയം ഉറങ്ങൂല. അങ്ങനെ എല്ലായിട്ടാണ് ഓൻ്റെ റൂട്ടീൻ. അപ്പോൾ ഓൻ്റെ റൂട്ടീൻ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ വർക്കെല്ലാം. അപ്പോൾ ഇതാ അലക്കാനിട്ടിട്ടുണ്ട്. ഇലൂനിന്ന് സ്കൂളിലുണ്ട് കേട്ടോ. ഓണത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ടിഫിൻ ബോക്സ് ഒന്നുമില്ല, സ്നാക്സ് മാത്രം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓണത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഓണപ്പരിപാടി സ്കൂളിൽ വെച്ചിട്ടുണ്ട്. ഓൻ്റെ ഡ്രസ്സെല്ലാം ഇസ്തിരിയിട്ട് വെച്ചിതാ ഇന്ന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ മൂടൊന്നുമില്ല കേട്ടോ. ഭയങ്കര മടിയാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അധികവും കരച്ചിലെല്ലാമാണ്. അവനെ സ്കൂളിൽ അയച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ തന്നെ വന്നത്. ഇതാ സ്കൂളിൽ അയച്ച് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ കിച്ചൻ്റെ അവസ്ഥ. അപ്പോൾ ആദ്യം ചായ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ചായക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ കഴിക്കുന്നത്. ചില സമയം പഴം അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുഞ്ഞെണീക്കലും ഓനോർക്കലും ഇങ്ങനെയെല്ലാം എന്നിട്ടാ പരിപാടി. ഇനി നാഷ്താക്കലാണ്. അപ്പോൾ ഇതാ ബീഫ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉമ്മ എന്നിട്ട് കറി ഉണ്ടാക്കുന്നത്. ഞാൻ പത്തിരിയും ചുടുന്നുണ്ട്. പെട്ടെന്ന് ചെയ്താൽ കുഞ്ഞ് ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പണിയെല്ലാം തീരും. അതുകൊണ്ട് ഇതാ ഉമ്മ മസാലയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പത്തിരിയും ചുടുന്നുണ്ട്. അരിപ്പത്തിരി, നല്ല സോഫ്റ്റ് അരിപ്പത്തിരിയാണ് കേട്ടോ. അങ്ങനെ കറിയെല്ലാം റെഡിയായി. നല്ല അടിപൊളി മുളകിട്ട ബീഫ് കറീൻ്റെ കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ പത്തിരിയും ബീഫ് കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നാശ്ത കഴിക്കാൻ പോലാന്ന് കേട്ടോ. അപ്പോൾ ഇതാ കറിയെല്ലാം വിളമ്പി വെക്കുന്നതാണ്. നമ്മൾ നാശ്തെല്ലാം കഴിക്കുമ്പോൾ ലേറ്റ് ആകലുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വ്ളോഗ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ കാലി ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് മെല്ലെ നാശ്ത ഉണ്ടാക്കലാന്ന്. അപ്പോൾ അർജൻറ്റ് ഇല്ലല്ല. പിന്നെ ഈ ചായ എനിക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. കാലി ചായ കുടിച്ചാലും പിന്നെ നാശ്താക്കുമ്പോൾ ഞാൻ ബാക്കി വന്ന ചായയെല്ലാം കുടിക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ പ്ലേറ്റെല്ലാം എടുത്ത് വെച്ച് നാശ്ത കഴിക്കലാന്ന്. അത് കഴിഞ്ഞ് ഇലൂൻ്റെ സ്കൂളിൽ ഇലൂനെ കൂട്ടാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണപ്പരിപാടിയല്ലേ, അടിപൊളി പരിപാടിയായിരുന്നു. ഫുള്ള് പരിപാടി കാണണമെന്നെല്ലാം ഉണ്ടായിന്. വീഡിയോസും ഫോട്ടോസെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. ടീച്ചേഴ്സിൻ്റെ ഡാൻസും കുട്ടികളുടെ ഡാൻസും കുറേ കോമ്പറ്റീഷൻസും എല്ലാം ആയിട്ട് അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ ചെറിയ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ക്രൗഡഡ് സ്ഥലത്തൊന്നും വരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ ലേറ്റായിട്ട് വന്നതാണ്. ഇലൂനെ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പരിപാടി എങ്ങനെയൊന്നും കാണാമല്ല. ഇലൂനെ കണ്ടാൽ നമ്മളെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയിൽ വരുന്നുണ്ട് കേട്ടോ. പോകുമ്പോൾ ഉണ്ടായ ഒരു സങ്കടം ഇല്ല. തിരിച്ചു പോകുന്ന സന്തോഷത്തിലാണെന്നുള്ളത്. ഫോട്ടോ പോസെല്ലാം ചെയ്യുന്നുണ്ട്. രാവിലെ ഫോട്ടോക്ക് നിൽക്കാൻ പറയുമ്പം കരഞ്ഞിട്ടാണ് നിന്നത്. അതുകൊണ്ട് അന്നേരം എടുത്തിട്ടുണ്ടായിട്ട. അങ്ങനത്തെ വീട്ടിലേക്ക് വന്ന് കുഞ്ഞിനെ വേഗം ഉറക്കിയിട്ട് തൊട്ടിൽ കിടത്തിയിട്ടുണ്ട്. നിലൂന് ഫുഡ് കൊടുക്കാനുണ്ട്. ഓന് കറി ഇഷ്ടമല്ല, കൊടുക്കലുണ്ട്. എന്നാലും എല്ലാ സമയം കഴിക്കൂല കേട്ടാ. ഓന് പത്തിലും പഞ്ചസാരയാണ് ഇഷ്ടം. അത് കൊടുത്താൽ ഓൻ തന്നെ ഇരുന്ന് കഴിക്കും. പിന്നെ അച്ചപ്പവും ഓനിഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഇലൂൻ്റെ കൂടെ ചായയും അച്ചപ്പവും കഴിക്കുന്നുണ്ട് കേട്ടാ. ഇലുക്ക് ചായ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടാ. ഓൻ അങ്ങനെ കുടിക്കുകയൊന്നും ചെയ്യില്ല. രാവിലെ വൈകുന്നേരം അങ്ങനെയൊന്നും കുടിക്കൂല. ഇടയ്ക്ക് ചോദിക്കും ചായ ആക്കി തരുമോ, അന്നേരം കൊടുക്കില്ലാന്ന്. ഇത് തലേന്ന ദിവസത്തെ കാര്യങ്ങളാന്നിട്ടാ പറയുന്നത്. ഇന്നാണ് ഓണത്തിൻ്റെ ഷോപ്പിങ്ങിന് പോയത്. ഓണത്തിൻ്റെ ഷോപ്പിംഗ് എന്ന് പറയുമ്പം കാര്യമായിട്ടൊന്നുമില്ല കേട്ടാ. ഇലൂന് സ്കൂൾക്ക് പരിപാടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ മുണ്ടും ഷർട്ടും വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അതാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് കീനതിന് ശേഷം ഷോപ്പിൽ പോയി വരാമെന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഇതാ ഇവർ പള്ളിയിൽ പോയി. ഇലൂനെ കണ്ട ആ ഒരു കിഞ്ഞിൻ്റെ തൊട്ട് പുറകെ തന്നെ കിഞ്ഞിട്ടുണ്ട് കേട്ടാ. പുറത്ത് കിഞ്ഞ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
അത് ഉച്ചയെന്നില്ല വൈകുന്നേരം എന്നില്ല, അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലും പുറത്ത് കീയുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കലാണ് കീന് കളിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് അങ്ങനെ ഇറക്കലില്ല കേട്ടോ, നല്ല വെയിലല്ലേ. വൈകുന്നേരം കുറച്ച് സമയം ഇറക്കി കളിപ്പിക്കലുണ്ട്. അപ്പോൾ ഇതാ കളിക്കുന്ന കണ്ട ഭയങ്കര സന്തോഷമാണ് പുറത്ത് കീന് കിട്ടിയാൽ. ഉച്ചക്കഴിഞ്ഞ് പോവാൻ കീഞ്ഞതാണ് കേട്ടോ. ഞാൻ കുളിച്ച് ഫ്രഷായി ഇലൂനെയും കുഞ്ഞിനെല്ലാം റെഡിയാക്കണം. കുട്ടികളെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സെല്ലാം ചെറിയ ക്യൂട്ട് ഡ്രസ്സല്ലേ, കാണാനും ഡ്രസ്സ് ഇടിപ്പിച്ച് കൊടുക്കാനെല്ലാം ഭയങ്കര രസമല്ലേ, മാഷാ അല്ലാ. അങ്ങനെ ഇതാ കുഞ്ഞിനെ പുറത്തങ്ങനെ ഇറക്കലില്ല കേട്ടോ, കൊണ്ടുപോലും കുറവാണ്. എല്ലാവരും ഒന്നിച്ച് പോയതാണ്. ഉമ്മ പറഞ്ഞ് കുഞ്ഞിനെ കീക്കണ്ട, ഉറങ്ങുന്നതുകൊണ്ട് ഉമ്മ പിടിച്ചിട്ടുണ്ടായിന്. ഉറങ്ങുന്നില്ലെങ്കിൽ ഭയങ്കര കുലുമാലാന്ന് കേട്ടോ എവിടെയെങ്കിലും പോയാൽ. അങ്ങനെ ഇതാ നമ്മൾ സ്ഥിരം പോകുന്ന ഷോപ്പ് തന്നെ ഗ്രാൻഡ് തേജസ്. ഞാൻ എൻ്റെ മെറ്റേണിറ്റി ഷോപ്പിങ്ങിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. എല്ലാ ഡ്രസ്സും ഒരേ ഷോപ്പിൽ തന്നെ കിട്ടും. പിന്നെ ക്വാളിറ്റിയും നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അങ്ങനെ ഇതാ അങ്ങോട്ട് പോകലാന്ന്. ഇലൂനും മുണ്ടെടുക്കാൻ അറിയില്ല കേട്ടാ, ചെറിയതല്ലേ. അങ്ങനെ ഇതാ ഒട്ടിക്കുന്ന സ്റ്റിക്കറില്ലൊരു മുണ്ട് വരുന്നില്ലേ ഇപ്പോൾ, അതാണ് കേട്ടോ വാങ്ങീന്. 7 ഇയേഴ്സിൻ്റെ ആണ് വാങ്ങീന്. അതാണ് ഏറ്റവും വലിയ സൈസെന്ന് തോന്നുന്നത്. ഏകദേശം കറക്റ്റ് തന്നെ ലെങ്ത്ത്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ല. മറ്റേതാവുമ്പം ഇങ്ങനെ ഊരിക്കൊണ്ടും വീണുകൊണ്ടും സ്കൂളിലെല്ലാം പോകുമ്പോൾ അത് ചൊറയാവും. പിന്നെ മുണ്ടിൻ്റെ അടിയിൽ സ്കൂൾ യൂണിഫോമിൻ്റെ ട്രൗസർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് തന്നെ. അതാവുമ്പം ഊരി വീണാലും പ്രശ്നമില്ലല്ല. സ്റ്റിക്കർ ഒട്ടിച്ചാൽ അങ്ങനെ വീഴൊന്നുമില്ല. അപ്പോൾ അങ്ങനെ മുണ്ട് വാങ്ങി, പിന്നെ അതിന് പറ്റിയൊരു ഷർട്ടും വാങ്ങി, ഒരു ഒലീവ് ഗ്രീൻ കളർ. അത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞിക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു മുണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അതിന് ഉടുക്കാനൊന്നും പറ്റിയിട്ട, ചെറുതല്ലേ. അത് കാണുമ്പം ഏറ്റവും ചെറിയ സൈസൊന്ന് വാങ്ങിയതാണ്. അത് ഏറ്റവും ചെറിയ സൈസ് നെയ്യു, നല്ല ലെങ്ത്തെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഇതാ മുണ്ടും ഷർട്ടും വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകലാന്ന്. തിരിച്ചു പോകുമ്പം രാത്രി ആയിട്ടാ. നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിന്. എന്താ രാത്രി ഇരുട്ടായിട്ടുണ്ട്. രാത്രിത്തേക്കുള്ള ഫുഡ് ആക്കിയിട്ട് തന്നെ വന്നതാണ് കേട്ടോ. നെയ്ച്ചോറും കോഴിക്കറിയെല്ലാം ആക്കിയിട്ട് വന്നതായിരുന്നു. പിന്നെ ഇതാ പയ്യന്നൂരിൽ മൈജിയുടെ പുതിയ ഷോറൂം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് മുണ്ടും ഷർട്ടും വാങ്ങിയത്. ഇത് കുഞ്ഞിൻ്റെയാണ്, ഇത് ഇലൂൻ്റെയും. അതിന് വരുന്ന ഒരു മുണ്ടിന് 230 റുപ്പീസാണ് വരുന്നത്. എന്താ ഇങ്ങനെ സ്റ്റിക്കറെല്ലാം ആയിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും, ഇളകി വീഴൊന്നുമില്ല. നമ്മൾ സാധാരണ ഉടുക്കുന്ന മുണ്ട് പോലെയല്ല. ഇത് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ വരുന്നത് ഉടുക്കുമ്പം. പിന്നെ ഇതാ ഒലീവ് ഗ്രീൻ കളറിൻ്റെ ഷർട്ടും. ക്യാമറയിൽ ഒലീവ് ഗ്രീൻ പോലെ കാണുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ നേരിട്ട് ആ കളറാണ് കേട്ടോ. അങ്ങനെ ഇതാ രാത്രിത്തെ ഫുഡിന് വേണ്ടിയിട്ട് പപ്പടം പൊരിക്കലാന്ന്. ഇല്ലു വന്നിട്ട് ക്യാമറ പിടിച്ചിന്. പിന്നെ നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതാവുമ്പം വരുമ്പം മടിയുണ്ടാവില്ല, അല്ലെങ്കിൽ ടയേർഡെല്ലാം ഉണ്ടാവില്ലേ. അതിനേക്കാളും നല്ലത് ഉണ്ടാക്കിയിട്ട് തന്നെ പോലാന്ന്. അപ്പോൾ ഇതാ ഫുഡെല്ലാം വെച്ചിട്ടുണ്ട്. സിർക്ക വെച്ചിട്ടുള്ള സാലഡും പിന്നെ കോഴിക്കറിയും നെയ്ച്ചോറും പപ്പടവും എല്ലാം ആയിട്ട്. ഇപ്രാവശ്യം ഓണസദ്യ ഒന്നും ഉണ്ടാക്കിയിട്ടേട്ടാ. നിയാസിൻ്റെ ഷോപ്പിൽ ഓണത്തിൻ്റെ പരിപാടിൻ്റെ ഭാഗമായിട്ട് ഓണസദ്യയെല്ലാം ഉണ്ടായിന്. ഇലൂനെയും കൂട്ടിയിട്ട് പോയതാണ്. അന്ന് വൈകുന്നേരം ഷോപ്പിൻ്റെ ഒരു സ്റ്റാഫ് കൊടുത്തയച്ചിന് ചോറും പിന്നെ പ്രഥമനും പുളിശ്ശേരിയും സാമ്പാറും കൂട്ടുകറിയെല്ലാം ആയിട്ട് കൊടുത്തയച്ചിന്. അടിപൊളി പുളിശ്ശേരി എല്ലാം കേട്ടാ, നല്ല പായസവും. എനിക്ക് പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പീസും പുതിയ വ്ളോഗ്സും എല്ലാം ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.